നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ള സമയം കൂടിയാണിത്. അതായത് ആ വ്യക്തിക്ക് തിരിച്ചറിയാനാവുന്നില്ല. അതായത് രണ്ട് കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട്. അതായത് അവർക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടാവാം, നിങ്ങളോടുള്ള അഫെയറിനെ പറ്റി അവർ ചിന്തിക്കുന്നുണ്ടാവാം. അറ്റ് ദ സെയിം ടൈം അവർക്ക് മറ്റൊരു പ്രോബ്ലം കൂടി അവരുടെ ലൈഫിലുണ്ട്. അപ്പോൾ അവർക്ക് ഏത് വഴിയാണ്, നിങ്ങളെയും ഉപേക്ഷിക്കാൻ കഴിയണില്ല. അവരുടെ ആ ഒരു പ്രശ്നം, അവരുടെ ലൈഫിലുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടാനും അവർക്ക് കഴിയുന്നില്ല. അവർക്ക് ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്, നിങ്ങളെയും ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. ആ ഒരു പ്രശ്നത്തിനെ അവർക്ക് ലൈഫിലുള്ള ഒരു പ്രശ്നമാണത്, അതും ഉപേക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. മേ ബി ആ വ്യക്തി രണ്ട് സ്വഭാവം, അതായത് പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യും, അതുപോലെ തന്നെ പെട്ടെന്ന് ശാന്തനാവുകയും ചെയ്യുന്നൊരു ക്യാരക്ടറായിരിക്കാം. പെട്ടെന്ന് തന്നെ നിങ്ങളോട് പിണങ്ങുകയും ചെയ്യും, അതേപോലെ തന്നെ പെട്ടെന്ന് നിങ്ങളോട് ഇണങ്ങുകയും ചെയ്യും. അത്തരമുള്ളൊരു ക്യാരക്ടറുള്ള വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ പറ്റി വളരെ ഗാഢമായിട്ട് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒത്തിരി റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്കുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ മേ ബി നിങ്ങളുമായിട്ട് നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, എങ്കിൽ പോലും അവർ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുമായിട്ടൊരു ഫാമിലി ലൈഫ് തുടർന്ന് പോകണം, അല്ലെങ്കിൽ ഒരു മാരേജ് ലൈഫ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഒരു റിയാലിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ട്രൂ വാല്യൂ ആ വ്യക്തി ഇപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്നേഹം ആ വ്യക്തി മനസ്സിൽ കരുതിയിട്ടുണ്ട്. ഒരുപാട് സ്നേഹം മനസ്സിൽ കരുതിയിട്ടുണ്ട്. ഈ കറണ്ട് സിറ്റുവേഷനിൽ ആ വ്യക്തി നിങ്ങളെപ്പറ്റി ഓർത്ത് ഒത്തിരി ആങ്ഷ്യസ് ആണ്. നിങ്ങളെപ്പറ്റി ഒരുപാട് ഉത്കണ്ഠപ്പെടുന്നുണ്ട് ആ വ്യക്തി. മേ ബി നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഹെൽത്ത് ഇഷ്യൂസ്, എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അതിനെപ്പറ്റി ഓർത്തിട്ടായിരിക്കാം ആ വ്യക്തി നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. റീയൂണിയൻ മാത്രമല്ല, ആ വ്യക്തി നിങ്ങളുമായിട്ടൊരു മാരേജ് ലൈഫ് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് നല്ലൊരു ജീവിതം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് ഏഞ്ചൽസ് തരുന്നുണ്ട്. ഒത്തിരി ട്രാൻസിഷൻ സംഭവിക്കുന്ന ഒരു ടൈമാണിത്. അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് ഹെൽപ്പ് കിട്ടുന്നൊരവസരം കൂടിയാണിത്. അവർക്ക് ഇപ്പോൾ ഒരുപാട് ട്രോമ അവരുടെ ലൈഫിൽ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്യുകയാണ്. മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് അവർക്ക് അതിന് വേണ്ടിയിട്ട് ലഭിക്കുന്നുണ്ട്. അവരുടെ പേഴ്സണൽ എവല്യൂഷൻ്റെ ഒരു സമയം കൂടിയാണിത്. അവർക്കൊരു സ്പിരിച്വൽ ട്രാൻസിഷനാണ് ഈ ഒരു ടൈമിൽ അവർക്ക് കിട്ടുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ട്രാവലിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ദൂരയാത്ര, അല്ലെങ്കിൽ എബ്രോഡായിട്ടുള്ളൊരു യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളോട് യഥാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമുണ്ട്. പക്ഷെ ആ ഒരു സ്നേഹം ആ വ്യക്തി പ്രകടമാക്കാത്തതിരുന്നത് കാരണം നിങ്ങൾ ഒരുപാട് ട്രോമ സ്റ്റേറ്റിലൂടെയാണ് നിങ്ങൾ കടന്നുപോയത്. ഒരുപാട് സ്ട്രഗിൾസ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് ഹീലിംഗ് പ്രാക്ടീസസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പേഴ്സണൽ ഹീലിങ്ങിൻ്റെ ആവശ്യമുള്ള സമയം കൂടിയാണ് അത്. പലരും ആ ഒരു രീതിയിലോട്ട് മാറിയിരിക്കുകയാണ്. മെഡിറ്റേഷനുകൾ ചെയ്യുന്നുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അവർക്ക് ഒരുപാട് മനസ്സിന് ശാന്തത അനുഭവപ്പെടുന്നുണ്ട്. ഇത്രയും ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നൊരു സമയമായിരുന്നു ഇത്. പക്ഷേ അതിന് ഒരു ക്ലാരിറ്റി വരുന്നൊരു സമയമാണിത്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നൊരു ടൈം കൂടിയാണിത്. ആ വ്യക്തിയോട് ഉള്ളത് എന്ന പോലുള്ള അത് സ്നേഹം, സിൻസിയർ ആയിട്ടുള്ളൊരു സ്നേഹമാണ് ആ വ്യക്തി നിങ്ങളോടും തന്നിരുന്നത് എന്ന് നിങ്ങൾ ആ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കാനുള്ള ടൈം കൂടിയാണിത്.
എങ്കിലും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്. പലർക്കും കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് ആ കാര്യങ്ങൾക്കെല്ലാം ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നു ഇതൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല, ഈ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് പോവില്ല എന്ന് വരെ തോന്നിയ സാഹചര്യമുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. പക്ഷെ ആ വ്യക്തി ആ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ളൊരു ആക്ഷൻ ആ വ്യക്തി എടുക്കുന്നില്ലായിരുന്നു. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഫീലിംഗ് എന്ന് പറയുന്നത്, ആ വ്യക്തി നിങ്ങളുടെ റിയൽ വർത്ത് മനസ്സിലാക്കുകയാണ്. ഫോർ ഓഫ് പെൻഡക്കിൾസ് ആണ് ക്ലാരിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിയൽ വർത്ത് ആ വ്യക്തി മനസ്സിലാക്കുകയാണ്. അതുപോലെ 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 10 ഓഫ് കപ്സ് എനർജി കിട്ടുന്നത് അത്രയ്ക്കും നല്ല ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾക്കുള്ളത്. മേ ബി നിങ്ങളുടേത് ഒരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷനാണ്. ഈ ഒരു സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻ, അതായത് നിങ്ങൾ ഇത്രയും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് അഗാധമായിട്ടുള്ള പ്രണയമാണ് ഉള്ളത്. ആ വ്യക്തി നിങ്ങളോട് തിരികെ അവരുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ എത്രയും വേഗം പോസിബിൾ ആകണമെന്നും ഒരു മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കണമെന്നും ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത്.